നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കണ്ണവം വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയ ആദിവാസി യുവതിയെ ഒരാഴ്ച കഴിഞ്ഞിട്ടും കണ്ടെത്താനായില്ല. പൊരുന്നൻ വീട്ടിൽ സിന്ധുവിനെയാണ് ഡിസംബർ 31 മുതൽ കാണാതായത്. പോലീസും വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് ദിവസങ്ങളായി തിരച്ചിൽ നടത്തുകയാണെങ്കിലും നിരാശയാണ് ഫലം. കണ്ണവം വനത്തിൽ വിറക് തേടിപ്പോയ എൻ സിന്ധുവിനെ കണ്ടെത്താനുള്ള തുടർ നടപടികളുടെ ഭാഗമായി വെക്കളത്ത് വിപുലമായ യോഗം വിളിച്ചു ചേർത്തു. പാട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ, കണ്ണവം CI KV ഉമേഷ്, ഫോറസ്റ്റ് ഓഫീസർ ജിജിൻ K തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ സംയുക്ത യോഗമാണ് വിളിച്ചു ചേർത്തത്. ഊർജിതമായ തെരച്ചിൽ നടത്താൻ യോഗം തീരുമാനിച്ചു. ഡിസംബർ 31 മുതലാണ് സിന്ധുവിനെ കാണാതായത്. വൈകുന്നേരം വിറക് തേടി പതിവായി കാട്ടിലേക്ക് പോകാറുണ്ട് 40 വയസ്സുകാരിയായ സിന്ധു. ഒറ്റക്കാണ് സ്ഥിരം യാത്ര. അങ്ങനെ പോയതാണ് ഡിസംബർ 31. ഒരു തവണ വിറക് ശേഖരിച്ച് കൊണ്ടുവന്ന് രണ്ടാമതും കാട്ടിനുള്ളിലേക്ക് പോയതായിരുന്നു സിന്ധു. പിന്നെ തിരിച്ചു വന്നില്ല. കാട്ടിനുള്ളിൽ പോയാൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ തിരിച്ചു വരാറുണ്ട്. 31 രാത്രിയായിട്ടും മടങ്ങി വരാത്തോടെ നാട്ടുകാർക്ക് ആശങ്കയേറി. എൻ്റെ അനിയത്തിയെ കാണാനായിട്ട് ഇന്നേക്ക് 7 ദിവസമായി. 31/12/2024 വൈകുന്നേരം മുതലാണ് കാണാതായത്. അവൾ സ്ഥിരവും വിറക് ശേഖരിക്കാൻ വേണ്ടി ഫോറസ്റ്റിലേക്കാണ് പോയിരുന്നത്. ഫോറസ്റ്റിൽ വിറക് ശേഖരിക്കാൻ പോയിട്ടും തിരിച്ചു വരുന്നത് കാണാതായതിനെ തുടർന്നാണ് നമ്മൾ 1-ാം തീയതി മുതൽ പോലീസിലും എല്ലാവരും അറിയിച്ചു. എല്ലാവരും കൂടെ, നമ്മൾ നാട്ടുകാരും എല്ലാവരും കൂടെ ഫോറസ്റ്റ് മുഴുവനും പരതി. പക്ഷേ ഇന്നും കണ്ടെത്തിയിട്ടില്ല. ഇനിയും നമുക്ക് അവളെ കണ്ടെത്തിത്തരണമെന്ന് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇനിയും നാട്ടുകാരും ഈ ആഴ്ചയിൽ മുഴുവനും പരതിയിട്ടും എല്ലാവർക്കും ശരീര ക്ഷീണങ്ങൾ കാരണം എല്ലാവർക്കും വരാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇനിയും തന്നെ നമുക്ക് ഫോറസ്റ്റുള്ളവരും പോലീസുള്ളവരും എല്ലാവരുടെ സഹായം കൂടി വേണമെന്ന് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയെങ്കിലും എൻ്റെ അനിയത്തിയെ കണ്ടെത്തി തരണം എല്ലാവരും കൂടി, അതാണ് എനിക്ക് പറയാനുള്ളത്. വനത്തിനകത്ത് വിവിധ ഇടങ്ങളിലായാണ് ദിവസങ്ങളായി തെരച്ചിൽ നടക്കുന്നത്. ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചും തെരയുന്നുണ്ട്. കുറെ കൂടി കാര്യക്ഷമമായ തെരച്ചിൽ നടത്തണമെന്നും ഡ്രോണുകൾ ഉപയോഗിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇനിയുള്ള മേഖല എന്ന് പറയുന്നത് പുഴയിൽ വെള്ളക്കെട്ടുള്ള പുഴേൻ്റെ മേഖല, നമ്മൾ കണ്ണാങ്കൊള്ളി മേഖലയിൽ കുറച്ച് തോടുകളുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ അതാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഡ്രോണിൻ്റെ സഹായം കൂടി കിട്ടിയെങ്കിൽ നമുക്ക് അതൊരു സൗകര്യമായേനെ. കണ്ണാം സ്റ്റേഷനിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഡ്രോണിൻ്റെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിന് സന്നദ്ധ സംഘടനകൾ പോലുള്ള ആളുകൾ ഇതിന് നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രോൺ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തോടിൻ്റെ സൈഡുകളിലൊക്കെ പരിധിയെടുക്കാൻ പറ്റും. അതുപോലെ ഒരാഴ്ചയായി നാട്ടുകാരും പോലീസുകാരും എല്ലാവരും കൂടെ ഇതിൻ്റെ പിറകെ. അപ്പം എല്ലാവർക്കും അവരവരുടെ പണിയൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് നാട്ടുകാർ മൊത്തം ഇതിൻ്റെ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോയത്. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.